രാവിലെ തന്നെ ഞാൻ റെഡിയായി കുളിച്ച് ഫ്രഷായി നിന്നിട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിന് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം അവന് കാത്തിരുന്നു. അവൻ വന്നില്ല. അവൻ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ എന്നെ പോസ്റ്റാക്കി പോയി. പിന്നെ ഏതായാലും റെഡി ആയതല്ലേ, എവിടെയെങ്കിലും പോകേണ്ടതെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടി ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് വന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് കാത്ത് കുറേ നേരം അവിടെയും കുറേ പോസ്റ്റ് കിട്ടി. ഇവിടെ നിന്ന് ഒന്നാമത് പുറത്തേക്കൊന്നും അധികം ബസ്സില്ല. ഓരോ ടൈമിന് മാത്രമേ കേട്ടോ ബസ്സുള്ളൂ. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ബസ് പോയത്. അമ്മയ്ക്കൊക്കെ ഇരുന്നിരുന്ന് ആകെ പ്രാന്താവാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നമുക്ക് ബസ് കിട്ടി. നമ്മൾ വാണിയംകുളത്തേക്കാണ് പോയത്. ഞങ്ങൾ ബസ് ഇറങ്ങിയത് അവിടെ കുറേ കൊട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് പൂരാന്നാണ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് അയ്യപ്പൻ വിളക്കാന്ന്. ഞാൻ ആദ്യമായിട്ടോ അയ്യപ്പൻ വിളക്കാണ്. ഞാൻ അതിന് മുന്നേ അയ്യപ്പൻ വിളക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. മുന്നേ കാണണമെന്ന് പറയാനില്ലാത്ത ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്തിരി വാങ്ങാൻ വേണ്ടി പോയി. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അമ്മ വൈൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വൈനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഓണത്തിന് മുന്നേ തുടങ്ങിയ ഫെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാണിയംകുളം ഫിഷ് മാർക്കറ്റിലാണ് പോയത്. എനിക്ക് ഈ ഉണക്കമീൻ അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി. അങ്ങനെ ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ അമ്മ ഒരു കോക്ടെയിൽ ജ്യൂസ് മാത്രം കേട്ടോ പറഞ്ഞത്, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊരു സ്നാക്ക് മീലും പിന്നെ അതേപോലെ മൂസമ്പി ജ്യൂസാണ് കഴിച്ചത്. അമ്മയുടെ ഇപ്പോൾ എപ്പോൾ പുറത്ത് പോയാലും എന്തെങ്കിലുമൊക്കെ അമ്മ വാങ്ങിത്തരും. കഴിക്കാനായാലും അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും കേട്ടോ. അമ്മയുടെ ഒപ്പം പുറത്ത് പോയാൽ സത്യം പറഞ്ഞാൽ സുഖമാണ്, നമുക്കെല്ലാം വാങ്ങിത്തരും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു ഫുൾ ഷവായി പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് അമ്മ പറഞ്ഞത് മീൻ വാങ്ങണ്ടെന്ന്. അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടോ. അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നത് റെഡിയാക്കി കിട്ടാൻ വേണ്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി ഫ്രഷായി കിടന്നുറങ്ങി.